നമസ്കാരം. 10 വർഷത്തിന് ശേഷം കിട്ടിയ ഭരണം UDFന് വമ്പൻ ജയം സമ്മാനിച്ച വോട്ടർമാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പോര് എന്ന് തീരും? നേതാക്കൾ തമ്മിലുള്ള പോര് ഗ്രൂപ്പ് തിരിഞ്ഞ് അണികളിലേക്കും എത്തിയിരിക്കുന്നു. പോസ്റ്റർ ഫ്ലെക്സ് പോരിനും ശമനമില്ല. ഇടയ്ക്ക് ഡൽഹിയിൽ പറന്നിറങ്ങി നേതാക്കൾ ഓപ്പറേഷൻ CM സജീവമാക്കുന്നു. അതിനിടെ കേന്ദ്ര നിരീക്ഷകർ കേരളത്തിൽ പറന്നിറങ്ങിയിട്ടുണ്ട്. KCയും ചെന്നിത്തലയും VDയും MLA-മാരെ ഒപ്പം നിർത്താൻ മത്സരിക്കുമ്പോൾ MLA-മാരുടെ മനസ്സറിയാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നിരീക്ഷകർ. ആ നിരീക്ഷണം എന്താകുമെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ നിരീക്ഷണം അങ്ങ് ഡൽഹിയിലെത്തുമ്പോൾ എന്താകും? 10 വർഷം കാത്തിരുന്ന് അധികാരം പിടിച്ചതിനേക്കാൾ വലിയ കടമ്പയാണ് ആരെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കുമെന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നതിനിടെ നിയമസഭാ കക്ഷി യോഗം നാളെ. നിരീക്ഷകരായ അജയ് മാക്കാനും മുഗൾ വാസനിക്കും MLA-മാരോട് അഭിപ്രായം തേടും. ഞായറാഴ്ചയോടെ തീരുമാനമെന്ന് ഹൈക്കമാൻഡ്. ഫ്ലക്സ് യുദ്ധം തുടരുന്നു. ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി രമേശ് ചെന്നിത്തല. പറവൂരിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് VDയുടെ റോഡ് ഷോ. തിരഞ്ഞെടുപ്പിലെ ജയം UDFന്റെ മാത്രം നേട്ടമല്ലെന്നും ജനാധിപത്യത്തിന്റെ വിജയമെന്നും G. സുകുമാരൻ നായർ. കഴിവുള്ളവർ മുഖ്യമന്ത്രിയാകണമെന്ന് NSS ജനറൽ സെക്രട്ടറി വിജയശില്പി KC വേണുഗോപാൽ എന്ന് വെള്ളാപ്പള്ളി നടേശൻ. MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MP-യുടെ പേര് ഉയർന്നു വരുന്നത് വിരോധാഭാസമെന്ന് ഓർത്തഡോക്സ് സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. പരാജയം അപ്രതീക്ഷിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഗോവിന്ദൻ. പരാജയം പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും BJP 3 സീറ്റ് നേടിയത് വലിയ വിപത്തെന്നും ബിനോയ് വിശ്വം. കോടിയേരിയുടെ വീട്ടിലെത്തി നിയുക്ത MLA TK ഗോവിന്ദനും ഭാര്യയും. ജനങ്ങളെ കേൾക്കാനും തെറ്റ് തിരുത്താനും പാർട്ടി തയ്യാറാകണമെന്ന് കോടിയേരിയുടെ കുടുംബം അമൃത ന്യൂസിനോട്. പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചു. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കില്ല. TVKയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കി പിന്തുണ കത്ത് നൽകിയാൽ മാത്രം സത്യപ്രതിജ്ഞ. ഇപ്പോഴുള്ളത് 113 MLA-മാരുടെ പിന്തുണ. DMK AIADMK സഖ്യത്തിന് നീക്കമെന്ന അഭ്യൂഹം. സ്റ്റാലിനെ സന്ദർശിച്ച് രജനീകാന്ത്. ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത. നിയമ വഴി തേടാൻ BJP. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം ഇന്ത്യയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം $25 ബില്യൺ ഉയർത്തുമെന്ന് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6000 കോടി രൂപയുടെ ബ്രഹ്മോസ് മിസൈൽ കരാറും ചർച്ചയായതായി സൂചന. കരാർ യാഥാർത്ഥ്യമായാൽ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്കും പ്രതിരോധ കയറ്റുമതിക്കും മുതൽക്കൂട്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. പഞ്ചാബിലെ ഇരട്ട സ്ഫോടനത്തിൽ അന്വേഷണം ആരംഭിച്ച NIA. അമൃത്സറിൽ സുരക്ഷ ശക്തമാക്കി. ജലന്ധറിലെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഖലിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തതായി പഞ്ചാബ് പോലീസ്. സ്ഫോടനത്തിന് പിന്നിൽ BJP എന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. IPL-ൽ ഹൈദരാബാദിനെതിരെ പഞ്ചാബിന് 236 റൺസ് വിജയലക്ഷ്യം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആഴ്സണലിന്റെ എതിരാളികളെ ഇന്നറിയാം. ബയേൺ മ്യൂണിക് PSG പോരാട്ടം രാത്രി 12:30. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ച അമേരിക്ക. ഹോർമൂസിൽ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന പ്രോജക്ട് ഫ്രീഡം ദൗത്യം താൽക്കാലികമായി നിർത്തി. തീരുമാനം ഇറാനുമായി ധാരണയിൽ എത്തിയതിനാലെന്ന് ട്രംപ്. ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്ന് US വിദേശകാര്യ സെക്രട്ടറി. സ്റ്റോറി ഓഫ് ദ ഡേ. വിരുന്നെത്തിയ ഹരിത സമൃദ്ധി. കേരളത്തിലെ മുഖ്യമന്ത്രി
സർക്കാരെന്ന കൊടുമ്പിരി കൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഞായറാഴ്ചയോടെ തീരുമാനമുണ്ടായേക്കുമെന്ന് ഹൈക്കമാൻഡ് അറിയിക്കുന്നു. KC-VD ചെന്നിത്തല എന്നിവരെക്കുറിച്ച് നിരീക്ഷകർ MLA-മാരോട് അഭിപ്രായം തേടും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാന നേതാക്കളോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗമൊക്കെ ചേരുന്നുണ്ട്. അതേസമയം ദീപാദാസ് മുൻഷി ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. മുകുൾ വാസനിക്കും അജയ് മാക്കന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഹൈക്കമാൻഡിന്റെ തീരുമാനം. MLA-മാരുടെ പിന്തുണ ആർക്കെന്ന വിവരം നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിക്കും. അഭിപ്രായ ശേഖരണം വെള്ളിയാഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഡൽഹിയിലേക്ക് എത്താൻ ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഫോണിൽ വിളിച്ച് അഭിപ്രായം തേടും. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചാണ് ഇവർ വിവരങ്ങൾ തേടുക. അഭിപ്രായ വ്യത്യാസങ്ങൾ തെരുവിലേക്ക് നീങ്ങരുതെന്നാണ് MP-മാർ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. സമവായ ശ്രമങ്ങൾ തുടങ്ങിവെക്കണമെന്നും അഭിപ്രായമുണ്ട്. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്താൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുക. അതെപ്പോഴുള്ള കാര്യമല്ലേ, പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. ഖാർഗെയോടും സോണിയാഗാന്ധിയോടും അടുപ്പമുള്ള ചെന്നിത്തലയ്ക്ക് അനുകൂലമാകും തീരുമാനമെന്നാണ് ചെന്നിത്തല അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിലുള്ള സ്വാധീനം, പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എണ്ണം ഒക്കെയും KCക്ക് തുണയാകുമെന്ന് KC ക്യാമ്പും പ്രതീക്ഷിക്കുന്നു. എന്നാൽ പൊതുവികാരം അനുകൂലമാണെന്നാണ് സതീശൻ പക്ഷത്തിന്റെ വാദം. ലീഗ് ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാടും ശ്രദ്ധേയമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ അറിയേണ്ടതുണ്ട്. രജിത്തിലേക്ക് വരാം. അതിനു മുൻപ് നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അയച്ചത്. എല്ലാവരുടെയും അഭിപ്രായം തേടുമെന്നാണ് അജയ് മാക്കാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം ആരെയൊക്കെ കാണുമെന്ന് വിശദമായി തീരുമാനമെടുക്കുമെന്ന് മുകുൾ വാസനിക്കും പറയുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. Nothing to say now. You all know. What is the plan? Sir, before coming here, you met Mallikarjun Kharge. Yes, Mallikarjun Kharge ji sent both of us here. Right. And tomorrow is the CLP meeting. And we'll attend the CLP meeting. We are here to attend the CLP meeting. So nothing else, nothing more. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് നൽകും. രജിത്ത്, മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു. പോര് ഒരു വശത്ത് തുടരുന്നു. AICC നിരീക്ഷകരായ മുകുൾ വാസനിക്കും അജയ് മക്കനും എത്തിയിട്ടുണ്ട്. ആർക്ക് നറുക്ക് വീഴും എന്നതാണ്. KC-VD ചെന്നിത്തല തങ്ങളുടെ ബലാബലം തുടരുന്നുമുണ്ട്. അപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരുന്നു. മുഖ്യമന്ത്രി ചർച്ച മുറുകുമ്പോൾ MP ആയിരിക്കുന്ന KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് ശരിയാണോ എന്നതാണ് രജിത്ത്. അശ്വതി, പ്രധാനമായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവരിൽ ആരിലേക്കായിരിക്കും ഈ നേതൃത്വം, ഇപ്പോൾ വന്നിരിക്കുന്ന നിരീക്ഷക സംഘം എത്തിച്ചേരുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ചത് തന്നെയാണ്. MP-മാർ മത്സര രംഗത്തേക്ക് വേണ്ട എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ തീരുമാനിച്ചതും ഇതേ ഹൈക്കമാൻഡ് തന്നെയാണ്. അതേ ഹൈക്കമാൻഡ് KC വേണുഗോപാലിന് വീണ്ടും അനുമതി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അനുമതി നൽകിയാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി നൽകുന്നത് എന്നത് സംബന്ധിച്ചാണ് അറിയേണ്ടതും. ഒപ്പം തന്നെ നേരത്തെയുള്ള രണ്ട് ക്യാമ്പുകൾ, VD സതീശന്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും ക്യാമ്പുകൾ ഇത് വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. കാരണം മുതിർന്ന നേതാവ് എന്ന പരിഗണന തനിക്ക് ലഭിക്കുമെന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ വിജയത്തിന് നേതൃത്വം നൽകിയ ആളെന്ന പരിഗണനയും ഒപ്പം തന്നെ തന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുമെന്ന് VD സതീശനും വിചാരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ അവർ വൈകിട്ടോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്നു. നാളെയാണ് നിർണായകമായ ദിവസം എന്ന് പറയുന്നത്. ഈ 60 MLA-മാരെയും UDF-ൻ്റെതായിട്ടുള്ള എല്ലാ MLA-മാരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നാളെ KPCC-യിലേക്ക്. രാവിലെ 10 മണിയോടുകൂടി എല്ലാ MLA-മാരോടും അല്ലെങ്കിൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോടും അവിടേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇവരെ ഒന്നിച്ചിരുത്തിയും അതിനുശേഷം ഓരോരുത്തരെയായും ഈ നിരീക്ഷക സംഘം കാണുകയും അഭിപ്രായം തേടുകയും ചെയ്യും. ഇന്ന് വന്ന സംഘം ആദ്യം തന്നെ വ്യക്തമാക്കിയത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ നടത്തും. ഒപ്പം തന്നെ അവർ പറഞ്ഞു, ഘടകകക്ഷി
ഘടകകക്ഷികളുമായും ആവശ്യമെങ്കിൽ ചർച്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി തേടും. അങ്ങനെ MLA അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയും ഇല്ലെങ്കിൽ അതിനുശേഷം മുതിർന്ന നേതാക്കളുടെയും അതിനുശേഷം ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ തേടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സംഗ്രഹം അത് അവർ റിപ്പോർട്ടാക്കി ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഹൈക്കമാൻഡ് ആയിരിക്കും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുക എന്നതാണ്. അത് നാളെ ഇക്കാര്യത്തിൽ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകും. വിശദമായ ചർച്ചകൾ തന്നെ ഇക്കാര്യത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു പക്ഷേ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. റിപ്പോർട്ട് ഹൈക്കമാൻഡ് കൈമാറിയ ശേഷം അടുത്ത ദിവസം തന്നെ ഞായറാഴ്ചയ്ക്കുള്ളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 നേതാക്കന്മാരും വലിയ പ്രതീക്ഷയിലാണ്. 3 ക്യാമ്പുകളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തങ്ങളുടെ ഗുണം അത് അവർ കണക്കാക്കുമെന്നാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തന്നെ വ്യക്തമാണ്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അവർ യുക്തിബോധത്തോടു കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കായിരിക്കും ഞായറാഴ്ചക്കുള്ളിൽ പോകാൻ പോകുന്നത്. നാളെ അതിൻ്റെ നിർണായക ദിവസം കൂടിയാണ്. അശ്വതി, ശരി, അതുതന്നെയാണ്. കേരളത്തിന്റെ നാഥൻ ആര് എന്നതാണ്. KCയോ VDയോ ചെന്നിത്തലയോ എന്നതാണ് ചോദ്യം. എന്തായാലും ഞായറാഴ്ച ഇതിനുള്ള ഒരു ഉത്തരമുണ്ടാകും എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടയിൽ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മഹാരാഷ്ട്ര PCC പുനഃസംഘടന ചർച്ചകൾക്കായാണ് ഡൽഹിയിലെത്തിയതെങ്കിലും മുതിർന്ന നേതാക്കളെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചെന്നിത്തല അവകാശവാദം ഉന്നയിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച ചൂടുപിടിക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. മഹാരാഷ്ട്ര PCC പുനഃസംഘടനാ ചർച്ചകൾക്കായി എത്തിയ ചെന്നിത്തല സോണിയാഗാന്ധിയുടെ വസതിയിൽ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി എന്നിവർക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തു. ഇതിനുശേഷം സോണിയാഗാന്ധിയുമായി അദ്ദേഹം ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം MLA-മാരുടെ പിന്തുണ മാത്രമാകരുതെന്നും മുൻപ് പല ഘട്ടങ്ങളിലും നേതാക്കൾക്ക് വേണ്ടി മാറി നിന്നിട്ടുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. പോസ്റ്ററുകളിലും സമൂഹ മാധ്യമത്തിലൂടെയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നും ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതെ, അപ്പം അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. MLA-മാരുടെ പിന്തുണയ്ക്ക് വേണ്ടി മത്സരം നടത്തില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നിലവിൽ 45 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ അവകാശപ്പെടുന്നത്. 25 വീതം MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്നും മടങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എന്നാൽ ഡൽഹിക്ക് പോയി തിരിച്ചെത്തിയ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. താൻ ഡൽഹിക്ക് പോയത് മഹാരാഷ്ട്ര പുനഃസംഘടനാ കാര്യം ചർച്ച ചെയ്യാനെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കേരളത്തിലെ വിജയത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുമോ എന്നറിയില്ല. നിരീക്ഷക സംഘം വിശദമായ റിപ്പോർട്ട് നൽകും. അവർ യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറയും. ഞാൻ ഡൽഹിയിൽ പോയത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയത്. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗത്തിന് വേണ്ടി പോയതാണ്. ഇതിനിടെ VD സതീശനായുള്ള ശക്തി പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓടരുത് എന്ന് VD സതീശൻ പറയുന്നു. ഓടുന്ന വണ്ടിയിൽ സമാധാനമായി ഇരിക്കുക, വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങുക എന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സതീശൻ നടത്തിയ മണ്ഡല പര്യടനത്തിൽ 100 കണക്കിന് ആളുകളാണ് ഇന്ന് പങ്കെടുത്തത്. UDFിലെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ച വി.ഡി. സതീശൻ ഓടുന്ന വണ്ടിയിൽ ഓടരുതെന്നും സമാധാനമായി ഇരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഓടുന്ന വണ്ടിയിൽ നമ്മൾ ഓടരുത്, വണ്ടി നിർത്തും. അപ്പൊ ഇറങ്ങാനേ പാടില്ല. ഓടുന്ന വണ്ടി കിടന്ന് നമ്മൾ ഓടിയ എത്തുവോ, സ്ഥലത്തെത്തുവോ? ഇല്ല. ഓടുന്ന വണ്ടിയിൽ നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുക, വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങുക. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടാണ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വി.ഡി. സതീശൻ AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് പറവൂരിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ നടത്തിയ മണ്ഡലം പര്യടനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വരാപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം പറവൂർ ടൗണിൽ സമാപിച്ചു. വി.ഡി. സതീശനുള്ള ജനപിന്തുണയുടെ ശക്തിപ്രകടനം തന്നെയായിരുന്നു പര്യടനം. കോൺഗ്രസിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ആവേശവും ആണ് ശരിക്കും പറഞ്ഞ സാറ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അർത്ഥം ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ ഈ പറവൂര് വന്നിറങ്ങണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് അത്, പറവൂരിൻ്റെ അഭിമാനം. കേരളത്തിൻ്റെ ജനനായകൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പറവൂരിൽ ഏതാനും ദിവസത്തിനുള്ളിലെത്തും. ഈ കാണുന്ന ജനങ്ങൾ വന്നെത്തിയത് കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുക്കും. കേരളത്തിന് ഒരു മാറ്റം വേണമെന്ന് സതീശേട്ടൻ മുഖ്യമന്ത്രിയാണ്. ഇത്ര നല്ലൊരു മനുഷ്യൻ കോൺഗ്രസിലും ഇല്ല, കേരളത്തിലും ഇല്ല. പാവങ്ങളുടെ പടത്തലവനാണ്. ഈ വർഗീയതക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളാണ്. ഞങ്ങൾ ജീവൻ കൊടുക്കാൻ റെഡിയാണ് സതീശേട്ടന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും വൻ വരവേൽപ്പാണ് വി.ഡി. സതീശന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സതീശന് പിന്തുണയുമായി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലും എത്തിയിരുന്നു. എറണാകുളം MLA TJ വിനോദും തൃപ്പൂണിത്തുറയിലെ നിയുക്ത MLA ദീപക് ജോയിയും സതീശന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തി. അമൃത ന്യൂസ്, കൊച്ചി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നോക്കാം. കഴിവുള്ളവർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS ആരുടെയും പേര് പറയില്ല. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ചിലർ അവകാശപ്പെടുന്നുണ്ട് അവരുടെ മാത്രം മിടുക്കുകൊണ്ടാണ് വിജയമുണ്ടായതെന്ന്. ജനങ്ങൾ പൊറുതിമുട്ടി ഒരു മാറ്റം വരാൻ വേണ്ടി വോട്ട് ചെയ്തു. അത് കോൺഗ്രസിനും UDF-നും അനുകൂലമായി പ്രതിഫലിച്ചു എന്നേയുള്ളൂ. തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. വി.ഡി. സതീശന്റെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പ് ഇപ്പോഴുമുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് കരുതുന്നില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആരെ ആക്കിയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. കഴിവുള്ളവരെ ആക്കണം, അതുപോലെ തന്നെ പരിചയമുള്ളവരെ ആക്കണം എന്നേ ഉള്ളൂ. അത് ഒരു ഇന്ന വ്യക്തിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. സാധാരണ അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കാറുള്ളത്. അവരത് തീരുമാനിക്കട്ടെ. അത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും അതിൽ സമുദായ സംഘടനകൾക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സമുദായങ്ങൾ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ഇന്ത്യയിലെ കരുത്തനായ നേതാവായ KCക്ക് ഡൽഹിയിലിരുന്ന് കേരളം ഭരിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം കറുകപ്പുല്ല് പോലെയാണെന്നും അത് തിന്നാൻ അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് കരുതുന്നില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഏറ്റവും കൂടുതൽ പിന്നെ MLA-മാരുടെ വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ മരണപരിചയമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക്. പിന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നല്ലപോലെ പ്രകടനം കാഴ്ചവെച്ച ആളെന്നതിൽ ഈ സതീശന് ആകണമെന്നും അതിന് മുസ്ലിം ലീഗിൻ്റെ രഹസ്യ ഒത്താശ ഉണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം ഇന്ന് ഏറെ ചർച്ചാ വിഷയമായിരുന്നു, ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെ KC വേണുഗോപാലിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നു. MP-മാർ മുഖ്യമന്ത്രിമാർ ആകുന്നതിൽ നിയമ തടസ്സമില്ല. എന്നാൽ MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ഒരു MP-യുടെ പേര് ഉയർന്നു വരുന്നത് വിരോധാഭാസമാണെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രോപോലിത്ത പറഞ്ഞു. ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണെന്ന സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്നും അദ്ദേഹം വിമർശിച്ചു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കഴിഞ്ഞപ്പോൾ അവരാണോ അതോ മാധ്യമങ്ങളോട് വരുന്ന വെറും വാർത്തകളാണോന്ന് അറിയാൻ മേല. സമൂഹത്തിൽ എന്തോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്തോ ഒരു ബഹളങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായതോടെ ഫ്ലെക്സ് ബോർഡ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. KC വേണുഗോപാലിനെയും ചെന്നിത്തലയും വി.ഡി. സതീശനെയും പിന്തുണച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു.
ആലപ്പുഴ നഗരത്തിൽ വീണ്ടും KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലടക്കം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് റിയൽ ലീഡർ, നയിച്ചവൻ നായകൻ തുടങ്ങിയ ക്യാപ്ഷനുകളോടെയാണ് ഫ്ലെക്സ് നിറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ പയ്യന്നൂരിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. പട നയിച്ചവൻ നമ്മെ നയിക്കട്ടെ എന്നാണ് ബോർഡിലുള്ളത്. വെള്ളൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ വാർഡിലാണ് ഫ്ലെക്സ് ബോർഡ് കണ്ടത്. കൊല്ലത്ത് മൺട്രോത്തുരുത്തിലും VDയെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൺട്രോത്തുരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡ്. ചെന്നിത്തലയ്ക്ക് വേണ്ടി കൊല്ലം ചിന്നക്കടയിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ജനപക്ഷ നേതാവ് എന്ന പേരിൽ ചെന്നിത്തലയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലും ടീം KSU കൊല്ലം എന്ന പേരിലുമാണ് ബോർഡ് വെച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സർക്കാരിന്റെ തോൽവിക്ക് ആര് ഉത്തരവാദി? സംസ്ഥാനത്ത് LDF-നേറ്റത് അപ്രതീക്ഷിത പരാജയമെന്ന് CPM. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം വിളിച്ച് തെറ്റുതിരുത്തി മുന്നേറുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്നാണ് സൂചന. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കണ്ണൂരിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയും തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തൽ. എന്നാൽ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പിന്തുണച്ചതായാണ് റിപ്പോർട്ടുകൾ. പക്ഷേ പ്രതിപക്ഷ നേതാവായി പിണറായി വേണ്ട എന്നാണ് CPI നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം തോൽവിയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്നാണ് CPM CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്നത്. തോൽവിയുടെ കാരണം യോഗത്തിൽ വിലയിരുത്തി. CPM പ്രവർത്തകരെയും ഘടകകക്ഷികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് ഇവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും പരാജയത്തെക്കുറിച്ച് പഠിക്കുകയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിനായി പാർട്ടിയുടെ എല്ലാ തലത്തിലും യോഗം ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയന്റെ പേര് ഉയർന്നു വന്നതായാണ് സൂചന. പിണറായി നിഷേധിച്ചാൽ പാർട്ടി പുതിയ ആളെ കണ്ടെത്തിയേക്കും. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകേണ്ടെന്ന അഭിപ്രായമാണ് പ്രധാന ഘടകകക്ഷിയായ CPIയുടെ നേതൃയോഗത്തിൽ വിലയിരുത്തിയത്. നേതൃസ്ഥാനത്തേക്ക് പുതിയ ആൾ വരണമെന്നും പിണറായിയുടെ ശൈലി തോൽവിക്ക് ആക്കം കൂട്ടിയതായും CPI നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇനി LDF യോഗം എന്തു തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ പ്രതികരണവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം. ജനങ്ങളെ കേൾക്കാനും തെറ്റ് തിരുത്താനും പാർട്ടി തയ്യാറാകണം. പാർട്ടിയിൽ മാറ്റം വരുത്താൻ സമയമായി എന്നും കുടുംബം അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും CPMന് കനത്ത പ്രഹരമാണേറ്റത്. ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പ്രതികരണവുമായി രംഗത്തെത്തിയത്. തെറ്റുതിരുത്തി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പറഞ്ഞു. ഇതൊരു ബഹുജന സംഘടനയാണ്, ഒരു ജനകീയ പ്രസ്ഥാനമാണ്. അപ്പം ആ പ്രസ്ഥാനത്തിന്റെ അകത്ത് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടത്? ജനങ്ങളെ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുക, ജനങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നെങ്കിൽ ആ തെറ്റ് എന്താണ്, ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുടെയും രീതി എന്ന് പറയുന്നത്. ആ ഒരു മെക്കാനിസത്തിലേക്ക് ഞങ്ങൾ വീണ്ടും പോകും. വീട്ടിൽ വരുന്ന എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ സ്വീകരിക്കും. അതാരായാലും പാർട്ടിയിൽ മാറ്റം വരുത്താൻ സമയമായി എന്നൊക്കെ പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ളവരാണ് ചിന്തിക്കേണ്ടത്, മാറ്റേണ്ടത്. അത് അവർ ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ ഭാര്യ KP രമണിക്കൊപ്പം CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കോടിയേരിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഗോവിന്ദൻ പുഷ്പാർച്ചന നടത്തി. TK ഗോവിന്ദൻ വന്നതിൽ സന്തോഷമെന്ന് കോടിയേരിയുടെ കുടുംബം പ്രതികരിച്ചു. അമൃത ന്യൂസ്, കണ്ണൂർ. CPMന്റെ തെറ്റ് തിരുത്തൽ അതര വ്യായാമം മാത്രമാണെന്നും ഇക്കാലം വരെ CPM തെറ്റ് തിരുത്തിയിട്ടില്ല എന്നും തന്റെ അനുഭവം അങ്ങനെയാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. PV അൻവറിന്റെ നീക്കങ്ങളുമായി സഹകരിക്കില്ല എന്നും അൻവർ തന്നെ കാണാൻ ശ്രമിച്ചുവെങ്കിലും താൻ കൂട്ടാക്കിയില്ല എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. UDFന് ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത്
UDFന്റെ ഉശിരുള്ള പ്രവർത്തകന്മാരായിരുന്നു. ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും എല്ലാവരും അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് തലപ്പിലുണ്ടായത്. ഇത്രത്തോളം തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയം പഠിക്കും, തിരുത്തി മുന്നോട്ട് പോകും. BJP 3 സീറ്റ് നേടിയത് വലിയ വിപത്തെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തോറ്റതിൽ മാറത്തടിച്ച് നിലവിളിക്കില്ല, എന്തെല്ലാം മാറ്റം വേണമോ അത് വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ പരാജയം സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതോടെ കളവഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങളതിന് പാഠങ്ങൾ പഠിക്കും. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ CPM-ൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുൻപിൽ തലകുനിക്കാനില്ലെന്നും കപടമായ ഔദാര്യത്തെക്കാൾ അന്തസ്സുള്ള നിലപാടാണ് വലുതെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിക്കുന്നു. കൂടുതൽ സ്വതന്ത്രനായി മുന്നോട്ടു പോകുമെന്ന പ്രതികരണത്തോടെയാണ് അബ്ദുൾ ഷുക്കൂർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഇത് ആരുടെയും ഔദാര്യമല്ല, അധ്വാനത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ 1.5 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഭാരം ഇറക്കി വയ്ക്കുന്നുവെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിൽ താൻ വഹിച്ച ഉത്തരവാദിത്വങ്ങൾ ആരോ തന്ന ഔദാര്യമോ ഒസ്യത്വമോ അല്ല എന്ന പരിഹാസം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഈ നിലയിൽ താനെത്തിയത് ആരുടെയും കൈനീട്ടം വാങ്ങിയല്ല, മറിച്ച് വെയിലത്തും മഴയത്തും ഈ പാർട്ടിക്കായി ചെയ്ത വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായാണ്. തമ്പ്രാൻ ചമഞ്ഞ് ഔദാര്യം വിളമ്പുന്നവർക്ക് മുന്നിൽ തലകുനിക്കാനില്ല. ആ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂറാണ്, അല്ലാതെ സവർക്കറല്ല. അപ്പോൾ ഏത് സമയത്തും അവരിങ്ങനെ ഓട്ടുമറിച്ച് ശീലമുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അയാൾ ചിന്തിക്കുന്നിടത്തല്ല ഞാനുള്ളത്. അയാൾക്ക് ആ ശീലം വെച്ചിട്ട്, അയാളുടെ ശീലം വെച്ച്, അയാളുടെ പാർട്ടിയുടെ ശീലം വെച്ചിട്ട് അയാൾ പറഞ്ഞതാണ്. മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഷുക്കൂറിൻ്റെ അതൃപ്തി വലിയ വാർത്തയായിരുന്നു. അന്ന് അതൊക്കെ മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് പറഞ്ഞ CPM ഒടുവിൽ ഷുക്കൂറിനെ അനുനയിപ്പിക്കുകയായിരുന്നു. അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഷുക്കൂറിൻ്റെ വീട്ടിൽ പോയ മാധ്യമങ്ങളെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ പോയ നായ്ക്കളെന്ന് സാദൃശ്യപ്പെടുത്തി CPM നേതാവും മുൻ MPയുമായ NN കൃഷ്ണദാസ് രംഗത്ത് വന്നിരുന്നു. അന്നു മുതൽ തുടങ്ങിയ അതൃപ്തി തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം വികാരത്തോടെയാണ് അബ്ദുൾ ഷുക്കൂർ ഇപ്പോൾ പങ്കുവച്ചത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിന്റെ രാജി. അമൃത ന്യൂസ്, പാലക്കാട്. കണ്ണൂരിൽ വീണ്ടും P. ജയരാജൻ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. P. ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ജില്ലയിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. അനുജന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി G. സുധാകരൻ. KSU പ്രവർത്തകർ കൊലപ്പെടുത്തിയ G. ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയായിരുന്നു പുഷ്പാർച്ചന നടത്തിയത്. മാവേലിക്കര ചാരമൂട് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയായിരുന്നു പുഷ്പാർച്ചന. കുടുംബസമേതമാണ് G. സുധാകരൻ എത്തിയത്. ഇനി അയൽപ്പക്കത്തേക്ക് പോയാൽ തമിഴ്നാട്ടിൽ വലിയ ടെസ്റ്റ് നടക്കുകയാണ്. സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട്. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കി പിന്തുണ കത്ത് നൽകിയാൽ മാത്രം സത്യപ്രതിജ്ഞ, ഭൂരിപക്ഷം ഉറപ്പിച്ചാൽ മാത്രം സത്യപ്രതിജ്ഞ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഗവർണർ. അതേസമയം വിജയ് മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. TVKയ്ക്ക് ഇപ്പോഴുള്ളത് 113 MLA-മാരുടെ പിന്തുണയാണ്. അതിനിടെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് DMKയും ADMKയും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലോക്ഭവനിൽ ഗവർണർ ആർലേക്കറുമായി വിജയ് കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് വിജയ് ഇന്ന് ഗവർണറെ കണ്ടത്. സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി വിജയ് പിന്തുണ നൽകുന്ന MLA-മാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. 234 നിയമസഭയിൽ 108 സീറ്റുകളുമായി TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. 118 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ 5 സീറ്റുകളുള്ള കോൺഗ്രസ് പിന്തുണയോടെ സീറ്റുകളുടെ എണ്ണം TVK 113 ആക്കിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം തികയാൻ DMK സഖ്യകക്ഷികളായിരുന്ന CPI, CPM, VCK എന്നിവരുടെ പിന്തുണയും TVK പ്രതീക്ഷിക്കുന്നുണ്ട്. 3 കക്ഷികൾക്കും 2 വീതം സീറ്റുകളുണ്ട്. അതേസമയം ADMKയും വിജയ്ക്ക് പിന്തുണ അറിയിച്ചു. തമിഴ്നാട് മന്ത്രിസഭയിൽ പരമാവധി 34 മന്ത്രിമാരാണ് ഉള്ളത്. മന്ത്രിസഭയിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുണ്ട്.
എങ്കിലും നിലവിൽ ഉപാധികളില്ലാത്ത പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത വർഗീയ ശക്തികളെ സഖ്യത്തിന് പുറത്തു നിർത്തുക എന്ന നിലപാട് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. സാധാരണക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലായിരിക്കും മന്ത്രിസഭയെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ടതുപോലെ ഓട്ടോ തൊഴിലാളികൾ, ദളിത് വിഭാഗങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് മന്ത്രിസഭയിലും അർഹമായ പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. കെ കാമരാജിന്റെ ഭരണകാലത്തിനു ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാതെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമ ബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുന്നു. രാജിവെക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. വിഷയത്തിൽ ഗവർണർ ഇടപെട്ടേക്കും. 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനം മമത അംഗീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടെങ്കിലും തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാത്ത മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ തുടരുകയാണ്. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിച്ചതാണെന്നും മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ടെന്നുമാണ് മമത വ്യക്തമാക്കിയത്. രാജി നൽകിയില്ലെങ്കിൽ മമതയെ ഗവർണർ ഇടപെട്ട് പുറത്താക്കാനാണ് സാധ്യത. ഗവർണർ RN രവി മമതാ ബാനർജിയുമായി സംസാരിച്ചേക്കും. നടപടികൾക്ക് മുൻപായി ബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ ലോക് ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 15 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളാണെന്നും പരാജയം അംഗീകരിച്ച് മമതാ ബാനർജി പുറത്തുപോകണമെന്നും BJP ആവശ്യപ്പെട്ടു. ये भ्रम में न रहे कि उनका पैतृक संपत्ति है. जनता ने उनको 15 साल समय दिया, सिवाय भ्रष्टाचार और हिंसा के कुछ नहीं किए. लोगों का जीना हराम कर दिया. ममता बनर्जी क्या कह रही दुनिया को कोई मतलब नहीं है. ദിലീപ് ഘോഷ് क्या कह रहे हैं उसको सुनिए. അതേസമയം ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ BJPയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുമാണ് കേന്ദ്ര നിരീക്ഷകർ. ഈ മാസം 9-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് BJP വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.